എല്ലാവർക്കും വെസ്റ്റ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജിയുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. വിഫ്റ്റിൻ്റെ ഡയറക്ടറും പുള്ളിക്കാരൻ സ്റ്റാർ ആൻഡ് 7 Day മൂവിയുടെ ഡയറക്ടറുമായ ശ്യാംധർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. സർ, കഴിഞ്ഞ 13 വർഷമായിട്ട് സിനിമാ പഠന മേഖലയിൽ വൺ ഓഫ് ദി ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് വിഫ്റ്റ്. പക്ഷേ ഇന്ന് 13 വർഷങ്ങൾക്കിപ്പുറം പരമ്പരാഗത സിനിമ പഠന രീതികൾ മാറ്റം വേണം എന്നൊരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് പറയാമോ? ആക്ച്വലി ആദ്യമായിട്ടല്ല വിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതും കൊണ്ടുവരുന്നതും. 2012 അതായത് ഈ പറഞ്ഞ 13 വർഷങ്ങൾക്ക് മുമ്പ് വിഫ്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ നിലവിലുണ്ടായിരുന്ന പല ഫിലിം പഠന രീതികളും മാറ്റിക്കൊണ്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതായത് സിനിമ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ മീഡിയത്തിലേക്ക് വേണ്ടിയിട്ടാണ് സിനിമ പഠിക്കുന്നത്. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ ഒരു പഠന രീതി വെച്ചിട്ട് പല സ്ഥലങ്ങളിലും അത്തരം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2012 കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനൊരു ഫിലിം തിയേറ്ററിലിരുന്ന് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു സാഹചര്യം ഒരുക്കിയത് വിഫ്റ്റായിരുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള സൗകര്യങ്ങളും അന്ന് 2012 സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമുക്കുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിൽ സിനിമ പഠന രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത് അത് മനസ്സിലാക്കി പുതിയ കുറേ മാറ്റങ്ങളോട് കൂടിയാണ് വിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 13 വർഷങ്ങൾക്കിപ്പുറം സിനിമ ഒരുപാട് മാറി. സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ ആസ്വാദനത്തിൻ്റെ തലങ്ങൾ മാറി, ടെക്നോളജി മാറി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ ഒരു 2-3 വർഷങ്ങളായിട്ട് വിഫ്റ്റ് ആലോചിക്കുന്ന ഒരു കാര്യമാണ് വലിയൊരു ചേഞ്ച് നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഈ ചേഞ്ച് അറിയാതെയാണ് പലപ്പോഴും പല കുട്ടികളും സിനിമ പഠിക്കാൻ വരുന്നതും. അപ്പോൾ ഈ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതല്ല. പരമ്പരാഗതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല മെത്തേഡുകളും നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ്. ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ പുതിയ ആശയവുമായിട്ട് വരുന്നത്. സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ തന്നെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നൊരു മെത്തേഡല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കഥയും കഥാപാത്രങ്ങളിലൂടെ കാണുന്ന പ്രേക്ഷകന് കണക്റ്റാകുന്ന രീതിയിൽ കുറച്ച് ഇമോഷൻസും ഫാൻറ്റസിയും എല്ലാം മിക്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ കെട്ടുകഥകളാണ് കൂടുതലും സിനിമയായിട്ട് വരുന്നത്. പക്ഷെ കാണുമ്പോൾ അത് നമ്മൾക്കിടയിൽ എവിടെയോ അല്ലെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ആ സിനിമയിലേക്ക് ഒരാൾ ഇന്നാവുന്നത്. സോ ഈ ഒരു പ്രോസസ്സുണ്ട്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള വശങ്ങൾക്കപ്പുറത്ത് സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കാണുന്ന പ്രേക്ഷകനെ ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇത് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ഈ മാറ്റം വേണ്ടത്. സാർ, ഇപ്പോൾ മാറ്റത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ സിനിമ പഠന രീതിയുടെ ഏത് വശമാണ് മാറേണ്ടത്? ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് മറ്റേത് കോഴ്സും പഠിക്കുന്നത് പോലെ ഫ്രീ ആയിട്ട് വന്ന് പഠിക്കാനും അത് കഴിഞ്ഞിട്ട് ആ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൻ്റെ കരിയറിലേക്ക് ഒരു സക്സസ് റേറ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു കരിയർ സെറ്റാക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴും നമുക്കറിയാം സിനിമ പഠിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ, മേ ബി നമ്മളുടെ വീട്ടിലായിക്കോട്ടെ, മേ ബി ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സായിരിക്കും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പഠിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് സിനിമ പഠിച്ചു കഴിയുമ്പോൾ അവൻ്റെ കരിയറിലുണ്ടാകുന്ന സക്സസ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ സിനിമ ഒരിക്കലും ഒരു കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റുന്ന ലൈഫ് സെറ്റാവുന്ന ഒരു മേഖലയായിട്ട് ആരും ഇതുവരെയും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏത് വശമാണ് മാറേണ്ടതെന്ന് ചോദിക്കുമ്പം സിനിമ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പഠിക്കാൻ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിന് മാത്രം സിനിമകൾ മലയാളത്തിലുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര ശതമാനം കുട്ടികൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2 ഫേസിലാണ് നമ്മളിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഫേസ് പഠിക്കുന്ന സമയത്തും സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പഠിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഫേസ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ, അയാളുടെ കരിയറിൽ എല്ലാ അർത്ഥത്തിലും സെറ്റായിരിക്കും. വിഫ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന വലിയ ചേഞ്ച് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പല സിസ്റ്റത്തിനോടൊപ്പം
ഈ സക്സസ് റേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സക്സസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്കറിയാം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ സക്സസ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമുക്കൊരാളെ സക്സസ് ആക്കാൻ നമ്മളായിട്ട് പോയി നിന്ന് സക്സസ് ആക്കാൻ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷേ എങ്ങനെ ആ സക്സസ്സിലേക്ക് എത്തണമെന്ന് പറയുന്ന ഒരു വേ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്കൊരിക്കലും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു മൂവി എടുത്തു വെച്ചിട്ട് ആ മൂവി പബ്ലിക് ലൈക്ക് കാണുന്ന സമയത്ത് ജനങ്ങളായിട്ട് കണക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ജനങ്ങളായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജി പ്രോപ്പറായിട്ട് അറിഞ്ഞ് ഇത് ഏത് ഓഡിയൻസിനാണ്, ആരെയാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കാണുന്ന ആൾക്കാരുടെ സൈക്കോളജിക്ക് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സിനിമ വർക്കാവുന്നത്. സോ ആ സൈക്കോളജിയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ടെക്നിക്കലി പ്ലസ് എങ്ങനെ സിനിമയിൽ സക്സസ്ഫുൾ ആവണം ഒരാളെന്ന രീതിയിൽ ഗൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. സക്സസ് ആകാനുള്ള ഗൈഡൻസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ 1 to 1 ഇരുത്തി നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നൊരു പ്രോസസ്സല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടി അവനൊരു ആവശ്യമുണ്ടെങ്കിൽ അവൻ അവൻ്റെ അമ്മയോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ അമ്മയോട് സംസാരിച്ച ആവശ്യം നേടിയെടുക്കുന്നതും അച്ഛനോട് സംസാരിച്ച് നേടിയെടുക്കുന്നതും ഇനി ചേച്ചിയോട് സംസാരിച്ച് നേടിയെടുക്കുന്നതും ചേട്ടനോട് ചോദിച്ച് നേടിയെടുക്കുന്നതും ഇത് നാല് തരത്തിലാണ് അല്ലേ. ഒരേ ആവശ്യമാണ്, അവന് ഒരേ കാര്യമാണ്, പക്ഷെ 4 പേരോട് 4 അപ്രോച്ചാണ്. ഇതെവിടെ നിന്ന് പഠിക്കുന്നു? മനസ്സിലായോ? ഇത് അവനറിയാം. അതായത് അവൻ്റെ വീട്ടിലെ സാഹചര്യം അറിയാം, വീട്ടിലുള്ള 4 ആൾക്കാരുടെയും സൈക്കോളജി അറിയാം. അപ്പോൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് ആ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ആ പയ്യനറിയാം. ആ രീതിയിലായിരിക്കും അവൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, അവൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ സ്വയം മനസ്സിലാക്കിയതാണ്. ഇത് വീടായതുകൊണ്ടും വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ഡെയിലി കാണുന്നത് കൊണ്ടും അവർ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടും അവനത് സ്വയം ലേൺ ചെയ്യാൻ പറ്റും. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം ഇവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സെറ്റിലേക്കല്ല പോകുന്നത്. ഇത്രയും നാളും ജീവിച്ചത് സിനിമാ സെറ്റിൻ്റെ ഇടയിലല്ല. ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ഫിലിം സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഡേ മുതലാണ് അവൻ സിനിമയെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ മുതലാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് സക്സസ് ഇല്ലാതെ വരുന്നത്? നമുക്ക് ഷോട്ട് അറിയാം, അല്ലെങ്കിൽ ക്യാമറയെക്കുറിച്ച് അറിയാം, എഡിറ്റിംഗ് അറിയാം, സൗണ്ട് അറിയാം, സ്ക്രിപ്റ്റ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇത് എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. പോയില്ലേ? ഇതെല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് എപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അത് വെറുതെ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് വെർബലി പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാറ്ററല്ല. കാരണം ആസ് എ ഫിലിം മേക്കർ ഒരു സെറ്റിൽ 100-200ഓളം പേര് വരുന്ന ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യണം. ഇത്ര ആൾക്കാരിൽ നിന്നും ഇൻപുട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്ക് വേണ്ട, ആസ് എ ഡയറക്ടർ എനിക്ക് വേണ്ട റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഇത്ര ആൾക്കാരെ ഞാൻ യൂസ് ചെയ്യാണ്. സോ അതൊരു ചെറിയ കാര്യമല്ല. കാരണം അവരുടെ പല തരത്തിലുള്ള ആൾക്കാരാണ്, പല ക്യാരക്ടറുള്ള ആൾക്കാരാണ്, പല ഈഗോസുള്ള ക്യാരക്ടറാണ്. ഇവരിൽ നിന്നൊക്കെ എനിക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. സോ ആ സൈക്കോളജി അവിടെയും നമുക്ക് വർക്കാണ്. അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഗൈഡൻസ് അല്ല, പ്രാക്ടിക്കലി ഇതെങ്ങനെ നടത്തിയെടുക്കാം എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ നിന്നുമാണ് നമ്മൾ ഈ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത് വെരി ഫസ്റ്റ് ഡേ മുതൽ അവൻ ലാസ്റ്റ് പുറത്തിറങ്ങുന്നത് വരെയുള്ള സെഷൻസിലൂടെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റം കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്നത് വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ടൈമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേര് നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുകയും സിനിമാക്കാരെ കാണുമ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോടു കൂടി നോക്കുന്ന ഒരു ഫീൽഡാണ് ആക്ച്വലി സിനിമ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ വന്നൊരു ഫിലിം മേക്കറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ടു ദ ഇൻഡസ്ട്രിയാണ്. സെയിം ടൈമിൽ ടു ദ സൊസൈറ്റിയോട് നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ അവൻ ലേൺ ചെയ്യുന്ന നോളജ് വെച്ചിട്ടാണ് ആ വീട്ടിലുള്ള എല്ലാവരെയും അവൻ മാനേജ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഫിലിം മേക്കർ ആയി കഴിയുമ്പോൾ ഈ 2 ഭാഗവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിലനിൽക്കണം, ഇൻഡസ്ട്രിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതേപോലെ തന്നെ
സൊസൈറ്റിയോട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. ആസ് എ ഫിലിം മേക്കർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു കണ്ടൻറ്റ് എങ്ങനെയായിരിക്കണം ഒരു സൊസൈറ്റിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നോളേജ് സിനിമ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാവണം. ടെക്നോളജി മാത്രം പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സക്സസ്സിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ നമുക്ക് ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയില്ല, നമുക്ക് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ കൺട്രോളിനെ കുറിച്ച് അറിയില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സിനിമ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും എങ്ങനെ ഇതിൻ്റെ ബിസിനസ് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ റെഡിയാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടാവാതിരിക്കും. അപ്പം ഇതെല്ലാം ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്, ഈ മാറ്റത്തിൻ്റെ ഭാഗമാണ്. മോറോവർ ഇതൊക്കെ മാറ്റിവെച്ചാൽ ഇതിനേക്കാളൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു റിസൾട്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും ഇവിടെ പല സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ ആ രീതിയിൽ ഇവിടെ ക്രൈം ചെയ്യാറുണ്ട്, ആ രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? സിനിമ അത്രത്തോളം സാധാരണക്കാരായ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിലൂടെയാണ് നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് കണ്ടൻറ്റ് ഒരു ഓഡിയൻസിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ പോകുന്ന ഓരോ ഇൻഡിവിജ്വലിനെയും നേർവഴിക്ക് നടത്തുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മളൊരു സിനിമ ഒരു 500 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെജോറിറ്റിയെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുള്ളൂ, മെജോറിറ്റിയുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന 100% ആൾക്കാരെ നമുക്ക് കറക്റ്റ് ചെയ്യാനോ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനോ ഒരു ഫിലിം മേക്കറും സാധിക്കില്ല, ലോകത്തുള്ള ഒരു ഫിലിം മേക്കർക്കും സാധിക്കില്ല. പക്ഷേ ആ സിനിമ മെജോറിറ്റിക്ക് കണക്റ്റ് ആവണം. അപ്പം മാത്രമാണ് ഈ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വർക്ക് ആവുന്നത്. ആ സക്സസ് ആയാൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിക്ക് ഗുണമുണ്ടാവുള്ളൂ, പ്രൊഡ്യൂസർക്ക് ഗുണമുണ്ടാവുള്ളൂ, കൂടെ ഈ ഡയറക്ടറെ വിശ്വസിച്ച് നിന്ന ടെക്നീഷ്യന്മാർ, ആർട്ടിസ്റ്റുകൾ മുതൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാ ആൾക്കാർക്കും ഗുണമുണ്ടാവണമെങ്കിൽ ആ സിനിമ സക്സസ് ആവണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സക്സസ് ആവണം എന്ന് പറയുന്നൊരു പ്രോസസ്സ് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ലൈഫിൽ അവൻ സക്സസ് ആകേണ്ടത് അയാളുടെ മാത്രം ആവശ്യമല്ല, ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, സൊസൈറ്റിയുടെ ആവശ്യമാണ്. സോ അപ്പോഴാണ് ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആകുന്നത്. ഇതെല്ലാം സിനിമ പഠിക്കാൻ ആദ്യമായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ആ മാറ്റം എന്ന് പറഞ്ഞത്. ഇനി മാറ്റത്തിൻ്റെ പ്രസക്തിയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെസ്പോൺസിബിൾ ആയിരിക്കുക. ആ റെസ്പോൺസിബിലിറ്റി അവന് ഏറ്റെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന എക്സ്പീരിയൻസും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആവശ്യമാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിഫ്റ്റ് ഈ വർഷം മുതൽ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിൾ ഫിലിം മേക്കർ ഫോർ ഫ്യൂച്ചർ എന്നുള്ള വലിയൊരു ടൈമാണ്. അപ്പോൾ അത്രയും വലിയൊരു ആശയം മുന്നോട്ട് വെക്കുമ്പം എന്തുകൊണ്ടാണ് വിഫ്റ്റ് ഒരു ആപ്റ്റായിട്ടൊരു ഫ്ലാഗ് ബെറർ ആവുന്നത്? ആക്ച്വലി വിഫ്റ്റ് 2012 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിലൂടെയാണ് വിഫ്റ്റ് അന്ന് ലോഞ്ച് ചെയ്തത്. ആ സമയത്തുള്ള നമ്മളുടെ ഒരു ടാഗ്ലൈൻ തന്നെ BA മൾട്ടി ടാലൻറ്റഡ് ഫിലിം മേക്കർ എന്നായിരുന്നു. അതായത് അന്നത്തെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സിനിമാ പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് പഠിക്കുന്നൊരു സംവിധാനമായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുവന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടൊരു മാറ്റമായിരുന്നു, ഒരു ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന മറ്റുള്ള മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. കാരണം നമ്മളൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്നു, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റുള്ള മേഖലയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും മറ്റുള്ളവരേക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ആ ആശയം പറഞ്ഞുകൊണ്ടായിരുന്നു 2012 നമ്മൾ, അതായത് ഈ പറയുന്ന 13 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊരു മാറ്റം. അങ്ങനെയായിരുന്നു നമ്മുടെ ട്രെയിനിങ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പുതിയ മാറ്റം എന്ന് പറയുന്നത്, പുതിയ ആശയം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫിറ്റസ്റ്റ് ഫിലിം മേക്കർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഒരു സ്റ്റുഡൻറ്റിനെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് പുതിയ ആശയത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
അതായത് ഇന്ന് എന്താ പറയുക ടെക്നിക്കലി സിനിമ പഠിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വളരെ വലിയ പ്രസക്തിയുള്ള മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ ടെക്നിക്കലി എത്രത്തോളം സൗണ്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവയർനെസ്. അതായത് ഇന്ന് ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, റിയൽ സിനിമയിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്. കാരണം നാളെ ഈ ടെക്നോളജി എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം പോകാൻ പോകുന്നത് ആ ഇൻഡസ്ട്രിയിലേക്കാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രൊഫഷണലി റിഫൈൻഡ് ആവുക എന്ന് പറയുന്നൊരു പ്രോസസ്സ്. കാരണം ഒരു സിനിമ പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പഠിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡേ അവൻ ഒരു ഫിലിം സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡോ ക്യാരക്ടറോ ആയിരിക്കില്ല സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ സിനിമ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഗ്രാജുവലി ഉണ്ടാകുന്ന വലിയൊരു മാറ്റം അവൻ്റെ ക്യാരക്ടറിലും അവൻ്റെ പെർഫോമൻസിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ താൻ കണ്ട സ്വപ്നത്തെ നേടിയെടുക്കാനായിട്ടുള്ള ആർജവം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത്. പലർക്കും നോളജ് ഉണ്ടാവും, പക്ഷേ ഒരാളോട് പോയി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ കണ്ട സ്വപ്നത്തെ തേടിപ്പിടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. എൻ്റെ ഓഫ് ദി സിനിമ എന്ന് പറയുന്നത് വലിയൊരു കോൺഫിഡൻസ് വേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള മെത്തേഡുകളുണ്ട് ഇതിനകത്ത്, പല വിധത്തിലുള്ള ട്രെയിനിങ് പ്രൊസീജിയറുകളുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ടോട്ടലി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വെൽക്കം ടു ദ വേൾഡ് ഓഫ് പ്രാക്ടിക്കൽ സിനിമ എന്നാണ്. പ്രാക്ടിക്കൽ സിനിമ എന്ന് പറയുമ്പം സിനിമയെ പ്രാക്ടിക്കലായി പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ആ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ സിനിമ എന്താണ്, അതായത് നടക്കുന്ന സിനിമ എന്താണ്, ആ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ട്രെയിനിങ് മെത്തേഡിലൂടെ അവനെ ടോട്ടലി ഫിറ്റസ്റ്റ് ഫിലിം മേക്കർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ആശയത്തിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ എൻ്റയർ കോൺസെപ്റ്റിൽ നിന്നും ഈ ആശയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് ലേൺ പ്രാക്ടിക്കൽ സിനിമ, ബി എ റെസ്പോൺസിബിൾ ഫിലിം മേക്കർ, ബിക്കം ദ ഫിറ്റസ്റ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ അക്കാദമിക് ഇയർ മുതൽ ഈ മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൂർണ്ണത എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ ടു ദ എൻഡ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ആ 100% ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി അവരെല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു റിയൽ ഫിലിം ചെയ്ത് ആ എക്സ്പീരിയൻസ് അവർക്ക് കൃത്യമായി കൊടുത്ത് അവരെ ഫിറ്റസ്റ്റ് ആക്കിയാണ് നമ്മൾ സ്റ്റുഡൻസിനെ പ്രാക്ടിക്കൽ സിനിമയിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഫ്റ്റ് ഇത്തരത്തിൽ ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ കുട്ടികളെ ട്രെയിനിങ് ചെയ്ത് എത്തിക്കുന്നത് കൊണ്ടും നേരത്തെ ചോദിച്ചതുപോലെ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വയ്ക്കാൻ എന്തുകൊണ്ടും ആപ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഫ്റ്റിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫിയിലും മാത്രമാണോ അതോ എല്ലാ കോഴ്സസിലും ഈ ഒരു മാറ്റം റിഫ്ലക്റ്റ് ചെയ്യോ? ഉറപ്പായിട്ടും. കാരണം ഈ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഇതിനെ എന്താ പറയുക ഒരു റെസ്പോൺസിബിൾ ഫിലിം മേക്കർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ മാറ്റം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടോ പഠിച്ചെടുക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററായി. പക്ഷേ അദ്ദേഹം ഒരു ഫിലിം എഡിറ്റർ ആകണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ നോളജ് മാത്രം മതിയാവില്ല. അതിന് ഞാൻ ഈ പറയുന്ന ആശയത്തിലൂടെയുള്ള ഒരു ലേണിംഗ് സിസ്റ്റം വേണം. അപ്പോൾ അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത്. സോ അത് ഡെഫിനറ്റ്ലി എല്ലാ കോഴ്സിലും ഈ ആശയം ഈ വർഷം മുതൽ നടപ്പിലാക്കിയിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ്. സോ അതെങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? അതായത് ഈ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു മാറ്റമല്ല. ഈ കഴിഞ്ഞ 13 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്
ഈ ഒരു ടേമിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഈ വർഷമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പല ക്യാപ്സ്യൂളുകളും നമ്മൾ പല രീതിയിൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സിലബസിൽ എന്തൊക്കെയാണുള്ളതെന്നും ആ സിലബസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്ക് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. കാരണം അത് എക്സ്ക്ലൂസീവായിട്ട് വിഫ്റ്റിൻ്റെ ഒരു ആശയം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ റിസർച്ചിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു പ്ലാനിങ്ങിൻ്റെയൊക്കെ റിസൾട്ടാണ് ആക്ച്വലി ആ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആശയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള പല റെസ്പോൺസിബിൾ ഫിലിം മേക്കേഴ്സിനെ നമ്മൾ പോയി കാണുകയും നമ്മളതിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇനി നമുക്കറിയില്ലാത്ത ഫിലിം മേക്കേഴ്സ് വരെയുണ്ട്. ഐ മീൻ പേഴ്സണലി കണക്ഷൻ ഇല്ലാത്ത ഫിലിം മേക്കേഴ്സിനെ പോലും പോയി കാണുകയും ഇവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ കുറേ ഫീഡ്ബാക്കുകളുണ്ട്. ഞാൻ എഗെയിൻ ആ വേർഡ് യൂസ് ചെയ്യുന്നു. ഞാൻ പോയി കണ്ട റെസ്പോൺസിബിൾ ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്തു നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് കൂടി വെച്ചിട്ടാണ് ഈ മാറ്റങ്ങളിലേക്കുള്ളൊരു ആശയം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇത് എൻ്റെ മാത്രം ഒരു ആശയമല്ല. ഞാൻ ഇത്രയും ആൾക്കാരിൽ നിന്നും കളക്റ്റീവായിട്ട് വന്ന ഒരു എന്താ പറയുക ഒരു ആശയത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിലവിൽ വിഫ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ട്രെയിനിങ് മെക്കാനിസം ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റ് ഏത് മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റേത് മേഖല എന്ന് പറയുമ്പോൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോളേജുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും എന്നുള്ളത്. നിലവിൽ വിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സക്സസ്ഫുള്ളായ ഒരു ട്രെയിനിങ് മെത്തേഡുണ്ട്. സോ ആ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ഇൻഹൗസ് ഫാക്കൽറ്റി പാനലുണ്ട്. ഇവരെല്ലാവരും തന്നെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള വെൽ നോളേജുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പാനലാണ്. സോ അവരിലൂടെയുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം ഈ ആശയത്തോടൊപ്പം ചേർത്ത് നടപ്പിലാക്കുകയും സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഈ പ്രാക്ടിക്കൽ സിനിമയിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന വെൽ നോൺ ഫേസസിനെ നമ്മൾ കൊണ്ടുവന്ന് അവരോടൊപ്പമുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ സ്റ്റുഡൻസിനെ പ്രാക്ടിക്കൽ സിനിമയിലേക്ക് ഫിറ്റാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫേസസ് ഈ പുതിയ ആശയത്തിൻ്റെ ഭാഗമായിട്ട് വിഫ്റ്റിനോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളുടെ ഒഫീഷ്യൽ പാനലാണ് അവർ. ആ പാനലിനെ നമ്മൾ വിളിക്കുന്നത് പാനൽ ഓഫ് ഇൻഫ്ലുവൻസ് എന്നാണ്. അത് ഇന്ന് മലയാള സിനിമയുടെ പ്രാക്ടിക്കൽ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന സക്സസ്ഫുള്ളായി നിൽക്കുന്ന വെൽ നോൺ പേഴ്സണാലിറ്റീസാണ്. അവരെല്ലാവരും തന്നെ ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവരിലൂടെ അല്ലെങ്കിൽ നിലവിൽ വിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രോസസ്സിലൂടെ പ്രാക്ടിക്കൽ സിനിമ എന്ന് പറയുന്ന ടേമിലൂടെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാക്ടിക്കൽ സിനിമയിലേക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഫിറ്റസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഈ ട്രെയിനിങ് പൂർണ്ണമാകുന്നത്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം. സോ വിഫ്റ്റ് കുറേ മാറ്റങ്ങൾക്ക് റെഡിയാണ്. സോ ഇനി സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റിനോട് എന്താണ് വിഫ്റ്റിന് പറയാനുള്ളത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മാറ്റങ്ങൾക്കനുസരിച്ച് വിഫ്റ്റിലെ സാഹചര്യങ്ങൾ മാറ്റപ്പെടുകയും നമ്മളുടെ എല്ലാ സാഹചര്യങ്ങളും ഈ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് റെഡിയാക്കി നിർത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സോ നല്ലൊരു ഫാക്കൽറ്റി പാനൽ നമുക്കുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന പ്രാക്ടിക്കൽ സിനിമയിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന വെൽ നോൺ ഫേസസ് ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഫേസിലും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി വിഫ്റ്റ് റെഡിയായി നിൽക്കുകയാണ്. സോ ഇനി സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ ഒന്ന് മാത്രം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് പ്രാക്ടിക്കൽ സിനിമ.